വായിക്കുന്നു. And we're going to read verses 13. 13ാമത്തെ വാക്യം. We will read it together. 41ാമത്തെ സങ്കീർത്തനം, Psalms 41. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. അവനെപ്പോൾ മരിച്ച് അവന്റെ പേര് നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദോഷം പറയുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് പകലിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന്, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവത്തിന് മഹത്വത്തോടെ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കിടക്കയെ മാറ്റി വിരിക്കുന്നവൻ, ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കി നമ്മെ മാനിക്കുന്നവൻ, നമ്മെ വീണ്ടെടുത്ത കർത്താവിന് ഇന്ന് പകലിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലായിരിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ആലയത്തിൽ കടന്നു വരുവാൻ, അവനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I extend my greetings to everyone, those who are here in person, people, those who are watching us through live, and thank you. We welcome you again to the Sharon Fellowship Church of Houston. പ്രത്യേകാൽ ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ മാത്യൂസ് ആൻഡ് കർത്താവിൻ്റെ ദാസി കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സ്റ്റഡി ഇന്ന് പകലിൽ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ദൈവം നമ്മെ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. I'm not going to share much from the Psalms. I want to give pastor to share with us this morning. I want to acknowledge Jeffrey with us after a while, and our youngsters are going back this week. They are going back to their college as some of their classes have started. Some of their classes are going to start this coming next week. So continue to pray for our children. We had a wonderful fasting prayer Friday evening and Saturday morning and evening, and this morning we will save the benediction for the 3 days fasting prayer. And I believe something that we have received. ചിലർക്കെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിപ്പാൻ ഒരു അവസരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. It was not like a regular 3 days fasting prayer. It was a powerful fasting prayer. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ നാളുകളിൽ വിശ്വസിക്കുന്നു ഫ്രൈഡേ ഈവനിങ്ങിൽ ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ ഒരു എക്സ്പ്ലനേഷനും ഒരു ഡൈവേഴ്സ് മെസ്സേജ് ആണ് നമുക്ക് സാറ്റർഡേ മോർണിംഗിലും സാറ്റർഡേ ഈവനിങ്ങിലും നമ്മൾ കേട്ടത്. Something that we are going through a crushing period, God, and the result will be, in that result, God has a plan. I was talking about Judges chapter 6 from the story of Gideon. Gideon was crushing that wheat, but the angel of the Lord came and told Gideon, you
are a mighty warrior. I mean, you have a powerful anointing. God is appointed you for his purpose. That is what that we can see there. I mean, കർത്താവ് നമ്മളെ ഒരു അഭിഷേകത്താൽ നിറച്ച ദൈവസഭ ഈ കാലഘട്ടത്തിൽ ഈ ഒരു സീസണിൽ മറ്റൊരു ആത്മീക തലത്തിലേക്ക് ഹല്ലേലൂയ അധികാരത്തിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മെ കരം പിടിച്ചു നടത്തുന്നു എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. നമ്മൾ ഒരിക്കലും അതൊന്ന് പ്രാർത്ഥനയിൽ പുറകോട്ട് പോകാതെ ദൈവാത്മ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയ ബോബി സിസ്റ്ററിന്റെ മാതാവ് പ്രിയ അമ്മച്ചി ന്യൂയോർക്കിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. കർത്താവ് പ്രിയ അമ്മച്ചിയെയും ബലപ്പെടുത്തട്ടെ. യാത്രകൾ അല്പം ക്ലേശകരമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും കർത്താവ് കൊടുത്ത വിടുതലിനും സൗഖ്യത്തിനുമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലിൽ കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. Psalms 41 that we read, the first verse says, how blessed is he who consider the helpless. Praise the Lord. The one എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗ്യ പദവിയെ പറ്റി അവിടെ പറഞ്ഞിട്ട് the one consider the helpless. It's an invitation for us. There are a lot of helpless situations that we are facing in our day-to-day life. The word of God is encouraging us and inviting us to consider the helpless. അതൊരു ഭാഗ്യ പദവിയാണെന്ന് പറയുക. അടുത്ത വാക്യം മുതൽ അടുത്ത ലൈൻ മുതൽ താഴോട്ട് പറയുന്ന it's a proclamation. ഒരു അധികാരത്തോടെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന ചില വാക്കുകൾ. അതിന്റെ എക്സിജറ്റിക്കൽ പരത്തിലോട്ടും അതിന്റെ കോണ്ടെക്സ്റ്റിലോട്ടൊന്നും ഞാൻ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. look at that verse. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്തു ജീവനോടെ പാലിക്കും. See, it's a confident verse, ഇല്ലേ? Praise the Lord. Hallelujah. വളരെ കോൺഫിഡന്റോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ എന്തുണ്ടെന്ന് അറിയാമോ? ധൈര്യമുണ്ട്. അടുത്ത നിമിഷം ജീവന് പോലും അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷയം മുൻപിൽ ഉണ്ടെങ്കിൽ പോലും അതിന്റെ നടുവിലും ധൈര്യത്തോടെ ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയുന്ന വാക്യമാണ് അത്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. നോക്കിക്കേ എത്ര കോൺഫിഡന്റ് ആയിട്ടാ ദൈവസന്നിധിയിൽ പറയുന്നത്. നോക്കിക്കേ പ്രാർത്ഥനയാണെങ്കിലും ഇന്ന് പകലിൽ വളരെ കോൺഫിഡന്റോട്ട് ദൈവസന്നിധിയിൽ പറയണോ. ചില പ്രതികൂലങ്ങളെ നോക്കിയിട്ട് വളരെ ധൈര്യത്തോടെ പറയണോ. അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അവൻ എന്നെ ആപത്തിൽ നിന്ന് കാത്തു ജീവനോടെ പാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് പകൽ ആ വചനം അതുപോലെ ഏറ്റെടുത്ത് ധൈര്യത്തോടെ പറയണോ. എന്റെ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരാപത്തും എനിക്കുണ്ടാകത്തില്ല, ഒരനർത്ഥവും എനിക്കുണ്ടാകത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അഥവാ ഇനി ആപത്ത് വന്നാലും അനർത്ഥം വന്നാലും അവിടെയും എന്നെ കാത്ത് ജീവനോടെ പാലിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒരു ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ഈ ആഴ്ചകളിൽ അത് പറയണം. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അനർത്ഥ ദിവസത്തിൽ യഹോവ എന്നെ വിടുവിക്കുമെന്ന് പറയണം, യഹോവ എന്നെ കാത്ത് ജീവനോടെ പാലിക്കുമെന്ന് പറയണം, ഞാൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കുമെന്ന് പറയണം. Youngsters, you are going to a college. You're going, might be your same classes or the same college or the same school. But let me tell you, you got to say that verse. I shall be called as the blessed one. Amen. You are not a failure. You are not. You probably you are thinking yourself about a powerless situation. But let me tell you, the word of God says you are a blessed one. Nee bhagyavana. Ninakku nanma varum. Etra peru parayum innu pagalil adu. I am a blessed one. Innu pagalil naam bhagyamullavarana. Avante shatrukkalude ishtathinu nee avane elpichu കൊടുക്കുകയില്ല. പ്രൈസ് ഞാൻ നിർത്തുകയാ. ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കി മാനിക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് പകലിൽ നാം സേവിക്കുന്നതെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ ഈ ആലയത്തിന്റെ നടുവിൽ പറയാൻ കഴിയോ? ശത്രുക്കൾക്ക് മുൻപാകെ മേശ ഒരുക്കി മാനിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നാളെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലോ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ആഴം മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലോ, ഇന്ന് പകൽ എനിക്കൊന്നും
ഒന്നറിയാം, എളിയവനെ ആദരിക്കുന്ന ഒരുവനുണ്ട്. അവൻ എളിയവന്റെയും ദരിദ്രന്റെയും ആലോചനയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു സർവശക്തൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യവാനായിരിക്കും, എനിക്ക് നന്മയുണ്ടാകും. ഇന്ന് പകലിൽ ആ പ്രാർത്ഥനയോടുള്ള ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ ഇന്ന് പകലിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള 15 മിനിറ്റ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ മാത്യൂസ് മുന്നോട്ട് കടന്നു വന്ന് അമേൻ അമേൻ നമ്മോട് അല്പസമയം വചനത്തിൽ നിന്നും തന്റെ സാക്ഷ്യത്തിൽ നിന്നും ഷെയർ ചെയ്യും. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി കർത്താവിന്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. I will try to translate that also. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സോർപുരമാണെന്റെ